നിങ്ങളൊരു ചായ ലവറാണോ? അതും ഇതുപോലത്തെ ഒരു കിഡു ആംബിയൻസിൽ നിന്ന് ഇവരാണ് കേട്ടോ എൻ്റെ ചായ കുടി ഫ്രണ്ട്സ്. വൈകിട്ടായി കഴിഞ്ഞാൽ നമുക്കൊരു ചായ കുടിച്ചാലോ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ താരം നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഇതുപോലത്തെ നൊസ്റ്റാൾജിക് ആയിട്ട് ചായക്കടയിൽ വന്ന് ഇതുപോലെ വീശി അടിച്ച് ചായ കുടിക്കാം. നമ്മൾ കാക്കാന്റെ ചായ എങ്ങനെയുണ്ട്? ഈ കിടിലൻ സ്പോട്ട് വരുന്നത് മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ തൊട്ടടുത്തുള്ള നമ്മൾ ഇക്കാൻ്റെ ഒരു നൊസ്റ്റാൾജിക് ചായക്കട കേട്ടോ. പുഴയുടെ തീരത്ത് ചെറിയൊരു കുടിൽ കെട്ടിയിട്ടാണ് ഇക്ക കച്ചവടം ചെയ്യുന്നത്. ഇവിടെ അധിക വിഭവങ്ങളൊന്നുമില്ല. ബ്രെഡ് ഓംലെറ്റ്, മസാല ചായ, ഓംലെറ്റ്, ചായ, കാപ്പി, പഴം, അങ്ങനെ കുറച്ച് സംഭവങ്ങളേ ഉള്ളൂ കേട്ടോ. പിന്നെ നല്ല ചൂട് കടൽ കിട്ടും. പുറത്ത് ഭരണിയിൽ നല്ല മൈസൂർ പാക്ക്, വെട്ട് കേക്ക്, പിന്നെ അതുപോലെ നുറുക്ക്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ദേ പോണ് പടവലങ്ങ പ്ലസ്. ഇതുപോലുള്ള കൊച്ചു കടയിൽ വന്നിട്ട് അവിടെയുള്ള പ്രായമായവരോടുകൂടി സംസാരിച്ചിരിക്കാൻ വല്ലാത്തൊരു രസാട്ടോ. എന്തൊക്കെ പണ്ടത്തെ ആൾക്കാർക്ക് ചായ ഒന്നാമത് കൊണ്ടുവെക്കും. പണ്ടത്തെ ആൾക്കാരോ? ആളെ കുടിച്ചിട്ടാലോ നമ്മള് കാക്കാന്റെ ചായ എങ്ങനെയുണ്ട്? ചായ അതാണ് പറഞ്ഞത്. ഇതിപ്പോ ഓടായിക്കല് ഫ്രിഡ്ജിലാ. ഭീമങ്ങര അവിടെ അല്ലേ? ആ അങ്ങാടിയല്ലേ ഭീമങ്ങല്? വർത്താനൊക്കെ പോലെ കുടിക്കല് പാലം ഓടായിക്കല് വരും അല്ലേ? മീനോ വലട്ട് പിടിക്കലവര്? അല്ല, ഒരു വീഡിയോ കണ്ടിന് വലിയ മീൻ പിടിച്ചിട്ട്. നിങ്ങളെ പേരെന്താക്ക? പെരലിന് എത്ര കൊടുക്കണം? 250 റുപ്യ. അത്രയ്ക്ക് വില ഉണ്ടോ? നമ്മുടെ ഇക്കാൻ്റെ ഈ കൊച്ചു ചായക്കടയുടെ സൈഡിൽ തന്നെ 2 കൈവരികളുള്ളൊരു പാത ഇങ്ങനെ പുഴയിലേക്ക് പോകുന്നുണ്ടോ. അവിടെ നല്ല വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മമ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെതാണെന്ന് തോന്നുന്നു. പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുമ്പോഴാണ് ഇക്ക വിളിച്ചത്. ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇക്കാനെ കൊണ്ട് ഒന്നുകൂടി ഒന്ന് വീശി അടിപ്പിച്ചു കേട്ടോ. ഒന്നുകൂടി അടിച്ചോ? ആ മതി മതി. ഇതുപോലുള്ള കൊച്ചു കടയിലെ ചായക്ക് പ്രത്യേക ഒരു രസാട്ടോ. കടല ഇവിടെ എന്തൊക്കെ ഉണ്ടായാലുണ്ട്? രാവിലെ എപ്പോഴും തുറക്കുക? വൈകിട്ടാണ്, ഉച്ചയ്ക്ക് ശേഷം കട. രാത്രി എത്ര മണി വരെ ഉണ്ടാവും? കടല പരിപാടി ഉണ്ട് അല്ലേ? വീശി അടിച്ച ചായയും കൊണ്ട് പുഴയുടെ നല്ല ഭംഗിയുള്ള വ്യൂ ഉള്ള ഭാഗത്തേക്കാണ് നടന്നത്. താഴെ പാലത്തിൻ്റെ ചോട്ടിൽ കുറേ പേര് മീൻ പിടിക്കുന്നുണ്ട്. ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ചായയും കുടിച്ചിട്ട് ഈ ഒരു ആംബിയൻസിൽ ഇങ്ങനെ ഇരിക്കണം. രക്ഷയില്ല കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള പുഴയുടെ തീരത്തൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും അല്ലേ? അപ്പോൾ ഇക്കാൻ്റെ ചായയും കുടിച്ചിട്ട് രുചി തേടിയുള്ള യാത്ര തുടർന്നു. അപ്പോൾ നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം. ബൈ ഫ്രം നിസാം ഫുഡി ട്രാവലർ.